നമസ്തേ. നമസ്തേ. ഡബിൾ ബാരൽ പ്രേക്ഷകർക്ക് വീണ്ടും ഒരു പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. ഞങ്ങളുടെ വീഡിയോകൾ സാങ്കേതിക പിഴവുകൾ നീക്കിയ ശേഷം നിങ്ങൾക്ക് കൂടുതൽ ഇഷ്ടപ്പെടുന്നുണ്ട് എന്ന് വിചാരിക്കുന്നു. ഞങ്ങളുടെ വീഡിയോകൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ഞങ്ങളുടെ ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. ഇന്ന് വീണ്ടും ഒരു റെയിൽവേ വിഷയവും ആയിട്ടാണ് ഞാൻ സത്യനാരായണൻ, എൻ്റെ കോ-ഹോസ്റ്റ് മധുസൂദനൻ ടി പി ഇവിടെ ഉള്ളത്. ഇന്നലെ നമ്മൾ കാര്യമായിട്ട് ഇന്ത്യൻ റെയിൽവേയുടെ കുറച്ച് ചരിത്രവും പിന്നെ ഇപ്പോൾ നടക്കുന്ന കാര്യങ്ങളെ പറ്റിയെല്ലാം സംസാരിച്ചു. ഇന്ന് നമ്മൾ കുറച്ചുകൂടി ഇന്ത്യൻ റെയിൽവേയിൽ ഇനി വന്ദേ ഭാരതിന് ശേഷം വരാനിരിക്കുന്ന മാറ്റങ്ങളെ പറ്റിയും എന്തൊക്കെയാണ് ഈ വന്ദേ ഭാരത് കൂടാതെ അതുപോലെയുള്ള ഭയങ്കര റെയിൽ വികസനത്തിന്റെ കുതിപ്പ് വേറെ രീതിയിലാണ് എന്നുള്ളതും നമ്മളൊന്ന് ചർച്ച ചെയ്യാം. അപ്പൊ ഈ വന്ദേ ഭാരത് ഇന്നലെ പറഞ്ഞപ്പോ ഒരു പ്രത്യേക കാര്യം ഞാൻ പറയാൻ വിട്ടു. അതിന്റെ ബ്രെയിൻ ശരിക്കും സുധാൻഷു മണി എന്ന് പറഞ്ഞ ഒരു ICF ഉണ്ടായിരുന്ന ഒരു സീനിയർ ജനറൽ മാനേജർ കാറ്റഗറിയിലുള്ള ഒരു എഞ്ചിനീയർ ആയിരുന്നു. അദ്ദേഹത്തിന്റെ ടീമും ഒരു നിശ്ചിത കാലയളവിനുള്ളിൽ ആ പദ്ധതി പൂർത്തീകരിച്ച് ട്രയൽ റൺ നടത്തി ആദ്യത്തെ വന്ദേ ഭാരത് ന്യൂഡൽഹി വാരാണസി റൂട്ടിൽ ഓടിച്ച് ഒരു പ്രശ്നമില്ലാണ്ട് എല്ലാം ചെയ്തെങ്കിലും ഈ റെയിൽവേയിലെ കുടിപ്പകയുടെ പേരിൽ വിവിധ ഡിവിഷൻസ് ഉണ്ട് റെയിൽവേയിൽ. ഡിവിഷൻസ് അല്ല, വിവിധ ഡിപ്പാർട്ട്മെന്റ്സ്, എഞ്ചിനീയറിംഗ് ഡിപ്പാർട്ട്മെന്റ്, സിഗ്നലിംഗ്, അങ്ങനെ അവര് തമ്മിലുള്ള ഒരു കുടിപ്പകയുടെ പേരിൽ ഈ ടീം ഒരു അവാർഡ് ലഭിക്കുന്നതിന് പകരം വിജിലൻസ് എൻക്വയറി നേരിടുകയാണ് ചെയ്തത്. അതിനാൽ 2018 ട്രെയിൻ 18 എന്നായിരുന്നല്ലോ പേര്. 2018 ഇത് വന്ന ശേഷം 2020 വന്ദേ ഭാരത്തിന്റെ ഒരു സ്ലീപ്പർ വേർഷൻ കൂടെ ഇതേ ടീം ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അത് ഉണ്ടായില്ല. അത് ആയി വരുമ്പോഴേക്കും ഓഫ് കോഴ്സ് ഈ എൻക്വയറി എല്ലാം അവരെല്ലാവരും നല്ല ക്ലീൻ എഫിഷ്യന്റ് ഉദ്യോഗസ്ഥന്മാരായിരുന്നു. അവർക്ക് ഒരു കോട്ടം ഇല്ലാതെ എൻക്വയറി അവസാനിച്ചു. പക്ഷെ ട്രെയിൻ 18 അല്ലെങ്കിൽ വന്ദേ ഭാരതിന്റെ തുടർ ജോലികളുമായിട്ട് അവർക്ക് പിന്നീട് അസോസിയേറ്റ് ചെയ്യാൻ ചാൻസ് കിട്ടിയില്ല. പക്ഷെ ഒരു കണക്കിന് അത് നന്നായി എന്ന് പറയണം. കാരണം ഈ വന്ദേ ഭാരത് അതിനുശേഷം വന്നിട്ടുള്ള വന്ദേ ഭാരത്, ആദ്യത്തെ 2 വന്ദേ ഭാരതിന് ശേഷം ഒരു ഗ്യാപ്പ്, പിന്നീട് വന്നിട്ടുള്ള വന്ദേ ഭാരത് കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആണ്. അതിനുശേഷം ഒരു കൊല്ലം കഴിഞ്ഞപ്പോഴേക്കും വീണ്ടും കുറച്ചുകൂടി ആധുനിക സൗകര്യങ്ങളൊക്കെ വെച്ചിട്ടാണ് വന്ദേ ഭാരത്തിന്റെ തുടർ ഇത് വന്നത്. പിന്നെ 2020 ഒരു പക്ഷേ നമ്മളൊരു വന്ദേ ഭാരത് സ്ലീപ്പർ നമ്മൾ ശ്രമിച്ചിരുന്നെങ്കിൽ അതിന് ഒരു പക്ഷേ ചില വിദേശ ടൈപ്പ് ഒക്കെ വേണ്ടി വന്നേനെ. പക്ഷെ ഇപ്പോ അതിൽ വന്നിട്ടുള്ള സംഗതി അങ്ങനെ വലിയ ടൈപ്പ് ഒന്നുമില്ല. അപ്പൊ ഞാൻ ഇനി ഈ വന്ദേ ഭാരത്തിന്റെ ഏകദേശം പറഞ്ഞു. ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന വേറൊരു കാര്യം, ഈ ന്യൂഡൽഹി നിന്ന് ഒരു NCRTC, നാഷണൽ ക്യാപിറ്റൽ റീജിയണൽ ട്രാൻസ്പോർട്ട് കോർപ്പറേഷൻ എന്ന് ഇതുണ്ടാക്കിയിട്ടുണ്ട്. അതില് കേന്ദ്ര ഗവൺമെന്റും ഹരിയാന, ഉത്തർപ്രദേശ്, രാജസ്ഥാൻ ഗവൺമെന്റുകളും അതിൽ പങ്കാളികളാണ്. അവിടെ ഒരു റാപ്പിഡ് റെയിൽ റീജിയണൽ റാപ്പിഡ് ട്രാൻസിറ്റ് സിസ്റ്റം RRTS ഒരു പദ്ധതി നടപ്പാക്കിയിട്ടുണ്ട്. അത് ചൈനീസ് സഹായത്തോടു കൂടിയാണ് ആ പദ്ധതി നടപ്പാക്കിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ 2 ഫേസ് ഉദ്ഘാടനം ചെയ്തു. ഇപ്പോ നിലവിൽ 34 കിലോമീറ്റർ ഓടുന്നുണ്ട്. 2x2 സീറ്റിംഗ്, എയർ കണ്ടീഷൻ കോച്ച്. അത് കൂടാതെ 180 കിലോമീറ്റർ വരെ സ്പീഡിൽ പോകാനുള്ള ഇതുണ്ട്. അതിന് ഡെഡിക്കേറ്റഡ് ട്രാക്കാണ്. അധികവും പില്ലർ ഇട്ടിട്ട് എലിവേറ്റഡ് ട്രാക്ക്. അത് കഴിഞ്ഞിട്ടുള്ളത് ലെവൽ ഗ്രൗണ്ടിൽ, അതായത് നമ്മുടെ ആക്ച്വൽ ഗ്രൗണ്ട് ഇതിലുള്ള ട്രാക്ക്. പിന്നെ വളരെ കുറച്ച് മാത്രം അണ്ടർഗ്രൗണ്ട്. അതിനാൽ ആ പദ്ധതി പെട്ടെന്ന് തന്നെ നടപ്പാക്കാൻ സാധിച്ചു. കോവിഡൊക്കെ ഇടയിൽ വന്നെങ്കിലും ആ പദ്ധതി വലിയ കുഴപ്പമില്ലാതെ മുന്നോട്ട് പോയി. ഇപ്പോൾ 2 ഇത് നടക്കുന്നുണ്ട്. അത് വന്നു കഴിഞ്ഞാൽ ശരിക്ക് അവിടെ വലിയൊരു മാറ്റം നടക്കും.
കാരണം അത് ഇപ്പൊ നടക്കുന്നത് UP-യിലെ സാഹിബാബാദ് എന്ന സ്ഥലത്ത് നിന്ന് മോഡി നഗർ എന്ന സ്ഥലത്തേക്കാണ് ഇപ്പൊ അത് ഓടിക്കൊണ്ടിരിക്കുന്നത്. അത് ആ പദ്ധതി ജൂൺ 25 കൂടി അതിന്റെ മുഴുവൻ 85 കിലോമീറ്റർ ദൂരവും അത് അത് പൂർത്തിയാകും. അത് പൂർത്തിയാകുന്നതോടുകൂടി ആ ഭാഗത്തുള്ള ഗാസിയാബാദ്, പിന്നെ അതുമാതിരി മീററ്റ് മുതൽ ഇങ്ങോട്ട് ഡൽഹി വരെയുള്ള ആ റൂട്ട്, അവിടുത്തെ ആൾക്കാർക്ക് അതൊരു വലിയൊരു ഇതായിരിക്കും. ഒരുപക്ഷെ അവരിൽ പലരും ഇപ്പൊ ഡൽഹിയിൽ വാടകയ്ക്കൊക്കെ തങ്ങിയിട്ടായിരിക്കും ജോലിക്കൊക്കെ പോകുന്നത്. അവർക്ക് അതിന്റെ ആവശ്യമില്ല. മീററ്റിൽ നിന്ന് പോലും ഡൽഹിയിൽ വന്ന് ജോലി ചെയ്ത് പോവാൻ സാധിക്കുന്ന ഒരു പ്രോജക്റ്റ് ആണത്. അതൊരു വലിയൊരു, അത് സൗത്തിലെ പത്രങ്ങളൊന്നും അത്ര കാര്യമായിട്ട് കവർ ചെയ്ത് കണ്ടില്ല. അതുകൊണ്ടാണ് അത് പ്രത്യേകം ഒന്ന് പറയാമെന്ന് വിചാരിച്ചത്. പിന്നെ അതിന്റെ വേറൊരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അത് വെറും ആ പ്രോജക്റ്റിന്റെ ഇനിയും ഫേസുകൾ ബാക്കിയാണ്. ഈ 85 കിലോമീറ്റർ എന്നുള്ളത് പിന്നീട് അത് രാജസ്ഥാൻ വരെ കൊണ്ടുപോകാനുള്ള ഒരു തയ്യാറെടുപ്പിലാണ്. കാരണം ഇത്രയും വേഗതയുള്ളത്. അതും ഇപ്പൊ ചിലർ ചോദിക്കും മെട്രോ ഉള്ളപ്പോൾ എന്തിനാണ് പിന്നെ അങ്ങനത്തെ ഒരു പദ്ധതി. പക്ഷെ ആക്ച്വലി എന്താണ് വ്യത്യാസം എന്ന് വെച്ചാൽ മെട്രോ സാധാരണ ഓരോ കിലോമീറ്ററിൽ ഓരോ സ്റ്റോപ്പ്, പിന്നെ മെട്രോ ഇത്ര വലിയ ദൂരം കവർ ചെയ്യാം. ഇത് പക്ഷേ സ്റ്റോപ്പുകൾ കമ്മി, പക്ഷെ ഇമ്പോർട്ടൻറ്റ് സെന്റേഴ്സ്, ഇപ്പൊ Tier 2 അല്ലെങ്കിൽ Tier 3 സിറ്റീസ് ഒക്കെ ആയിരിക്കും അത് അതിന്റെ വഴിയിൽ വരുന്നത്. അല്ലെങ്കിൽ വലിയ ടൗൺ, എന്താ പറയുക, ധാരാളം ജനപ്പാർപ്പൊക്കെ ഉള്ള സ്ഥലമായിരിക്കും. പക്ഷെ അവിടുന്ന് ആൾക്കാർക്ക് വളരെ പെട്ടെന്ന് ഡൽഹി എത്തുവാനും അവർ ജോലി കഴിഞ്ഞ് തിരിച്ചു പോകാനും ഇതൊരു വലിയൊരു ഉപകാരമാണ്. ആ പദ്ധതിയെ പറ്റി എനിക്ക് വേറൊരു കാര്യം, എനിക്ക് നരേന്ദ്രമോദിജിയുടെ ഒരു ദീർഘവീക്ഷണം അതിൽ കാണാൻ പറ്റിയത്, ഇതിലെ 2-3 സ്റ്റേഷൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. അതിൽ 2-3 സ്റ്റേഷനിൽ ആ സ്റ്റേഷന് വേണ്ട വൈദ്യുതി മുഴുവൻ സോളാർ ഉപയോഗിച്ചിട്ടാണ് ചെയ്യുന്നത്. അത് ഈ പദ്ധതി കംപ്ലീറ്റ് ആകുമ്പോഴേക്കും അതിന് വേണ്ട ഒറ്റ സ്റ്റേഷനിൽ പോലും വൈദ്യുതി പുറത്തുനിന്ന് വേണ്ടി വരില്ല. അതായത് ട്രെയിൻ ഓപ്പറേറ്റ് ചെയ്യാനല്ല, സ്റ്റേഷനുകൾക്ക് ധാരാളം വൈദ്യുതി വേണം. അത് മുഴുവൻ സോളാർ എനർജി എന്നായിരിക്കും ഉൽപ്പാദിപ്പിക്കുന്നത്. അപ്പൊ അത് അങ്ങനെയും ഒരു പ്രത്യേകത അതിനുണ്ട്. പിന്നെ ഇപ്പൊ എല്ലാവരും സംസാരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ഈ വന്ദേ ഭാരത് മെട്രോ. വന്ദേ ഭാരത് മെട്രോ ശരിക്കും പറയുകയാണെങ്കിൽ വന്ദേ ഭാരതിനെ പോലെ തന്നെ 8 മുതൽ 16 കോച്ച് വരെയുള്ള കോൺഫിഗറേഷൻ ആയിരിക്കും. മുഴുവൻ AC ആയിരിക്കും. അതിലെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 100 പേർക്ക് ഇരിക്കുവാനും ഏകദേശം 200 പേർക്ക് നിന്നിട്ട് യാത്ര ചെയ്യാനും പറ്റുന്നതായിരിക്കും ഓരോ കോച്ചുകളും. അങ്ങനെ വലിയൊരു അതിന്റെ ഡിമാൻഡ് അനുസരിച്ചിട്ട് 8, 12, 16 കോച്ച് 3 കോൺഫിഗറേഷൻ ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത്. അത് വരികയാണെങ്കിൽ ഒരു 250 കിലോമീറ്റർ വരെ 130 km/h സ്പീഡിൽ ആളുകൾക്ക് പോയി വരാൻ അത് വലിയൊരു ഉപകാരമായിരിക്കും. ഇപ്പൊ ഞാൻ വെറുതെ ഒന്ന് റെയിൽ ഡിസ്റ്റൻസ് എടുത്ത് നോക്കുമായിരുന്നു. ഇപ്പൊ ബോംബെ നിന്ന് പൂനെ, അഹമ്മദാബാദിൽ നിന്ന് സൂറത്ത്, അല്ലെങ്കിൽ അഹമ്മദാബാദിൽ നിന്ന് രാജ്കോട്ട്, ഇപ്പൊ കേരളത്തിലാണെങ്കിൽ ഷൊർണൂരിൽ നിന്ന് എറണാകുളം, ഷൊർണൂരിൽ നിന്ന് എറണാകുളം അല്ല, കാസർഗോഡ് നിന്നോ അല്ലെങ്കിൽ കണ്ണൂരിൽ നിന്ന് എറണാകുളം, എറണാകുളത്ത് നിന്ന് ട്രിവാൻഡ്രം, ഇതെല്ലാം ഈ പറഞ്ഞ ഏകദേശം ഒരു 250 കിലോമീറ്റർ അതിൽ വരുന്ന റേഞ്ചിൽ വരുന്ന ഒരു സംഗതിയാണ്. പിന്നെ തമിഴ്നാട്ടിൽ നോക്കുകയാണെങ്കിൽ ചെന്നൈയിൽ നിന്ന് തിരുച്ചിറപ്പള്ളി, ട്രിച്ചി എന്ന് പറയുന്നത്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ, പിന്നെ ചെന്നൈയിൽ നിന്ന് തിരുപ്പതി, ഇതൊക്കെ അതിൽ കവർ ചെയ്യാൻ പറ്റും. ഇതിന്റെ ഗുണം എന്താ വെച്ചാൽ ഇപ്പോൾ ഒരു 80 കിലോമീറ്റർ ഡിസ്റ്റൻസിലൊക്കെ വരുന്നു. ഇപ്പൊ ചെന്നൈയിൽ നിന്നാണെങ്കിൽ ചെങ്കൽപ്പേട്ട് വഴിയൊക്കെ ആണെങ്കിൽ ചെങ്കൽപ്പേട്ട് 80 കിലോമീറ്ററാണ്. അവിടെയൊക്കെ ഉള്ള ആളുകൾക്ക് ഇത് വലിയൊരു ഇതായിരിക്കും. കാരണം ഇത്രയും ആളുകൾക്ക് ഒരുമിച്ച് ഒരേ സമയം പോകാൻ സാധിക്കുന്നു. 130 കിലോമീറ്റർ സ്പീഡ് ഉണ്ടാകും. മെട്രോ മാതിരി സ്റ്റേഷൻസ് ഇല്ലെങ്കിലും അത് വളരെ വലിയൊരു വ്യത്യാസം ഈ ജോലിക്കായും ബിസിനസ്സിനായും മറ്റും റെയിൽവേയെ ആശ്രയിക്കുന്ന യാത്രക്കാർക്ക് അത് വലിയൊരു ബൂണായിരിക്കും എന്നാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. അപ്പൊ ഇതൊക്കെയാണ് ഇതിന്റെ പ്ലാൻ. ഇപ്പൊ ഈ വന്ദേ മെട്രോ അവരുടെ പ്ലാൻ പ്രകാരമാണെങ്കിൽ 15 നിമിഷം കൂടുമ്പോൾ ഓരോ വണ്ടി വരും, 15 നിമിഷം കൂടുമ്പോൾ. അപ്പൊ ആ ഫ്രീക്വൻസി വളരെ നല്ലൊരു ഫ്രീക്വൻസിയാണ്.
പിന്നെ അതിൽ വേറെ ചില സംഗതികൾ, അതിന്റെ ഇപ്പൊ പ്രോട്ടോടൈപ്പ് റെഡിയാണ് കോച്ചിന്റെ. ഏപ്രിലിൽ അത് പുറത്തു വന്നു. ഇനി അതിൽ ടെസ്റ്റിംഗ് ഒക്കെ കഴിഞ്ഞ് അത് ഈ വർഷം ഒരു ജൂലൈ ഒക്കെ ആകുമ്പോഴേക്കും ഒരു പക്ഷെ ഒരു റൂട്ടിലൊക്കെ അതിന്റെ എല്ലാ ടെസ്റ്റിങ്ങും എല്ലാം കഴിഞ്ഞ് ട്രയലൊക്കെ കഴിഞ്ഞ് ഒരു ജൂലൈ ഓഗസ്റ്റ് ഒക്കെ ആകുമ്പോഴേക്കും ഒരു പക്ഷെ അത് റെയിലിൽ വന്നേക്കാം എന്ന് അത് സേവനം ആരംഭിച്ചേക്കാം എന്ന് പറയപ്പെടുന്നു. പിന്നെ എനിക്ക് അവസാനമായി പറയാനുള്ളത്, വന്ദേ ഭാരത് സീരീസിലെ ആൾക്കാർ ഉറ്റുനോക്കിക്കൊണ്ടിരിക്കുന്ന വന്ദേ ഭാരത് സ്ലീപ്പർ, ഇത് കുറച്ചുകൂടെ 1000 കിലോമീറ്ററിൽ കൂടുതൽ ദൂരമുള്ള സ്ഥലങ്ങളിലേക്കാണ് ഈ ട്രെയിൻ ഉദ്ദേശിച്ചിട്ടുള്ളത്. റെയിൽവേയുടെ പ്ലാന്, ഇപ്പൊ ചില റെയിൽവേ ഉദ്യോഗസ്ഥന്മാരൊക്കെ ആയിട്ട് സംസാരിച്ചതെന്ന് മനസ്സിലാക്കാൻ പറ്റിയത്, രാജധാനി എക്സ്പ്രസിനെ ആയിരിക്കും ആദ്യം റീപ്ലേസ് ചെയ്യുക എന്നാണ്. കാരണം അത്രയും അത്യന്താധുനിക സൗകര്യങ്ങളായിരിക്കും ഇതിൽ. ഈ ട്രെയിനിന്റെ കേസിൽ നമുക്കൊരു 100% ഇന്ത്യയിലാണ്, ഇത് മേക്ക് ഇൻ ഇന്ത്യ ആണ്. പക്ഷെ 2 കമ്പനികൾക്കാണ്, ഒരു കമ്പനിക്ക് 120ഉം വേറെ 2 കമ്പനികൾ ചേർത്തുള്ള കൺസോർഷ്യത്തിന് 80 കോച്ചുകളാണ് കൊടുത്തിട്ടുള്ളത്. പിന്നെ ഇതിന്റെ ഒരു മൂന്നാമത്തെ ഒരു വേർഷൻ അലൂമിനിയം ഇത് വെച്ചിട്ട് കൂടെ ചെയ്യുന്നുണ്ട്. അത് ഒരു ഫ്രഞ്ച് കമ്പനി ആൽസ്റ്റോമിനാണ് അതിന്റെ കോൺട്രാക്ട് കിട്ടിയിട്ടുള്ളത്. 200 ട്രെയിൻ സെറ്റ് എന്നാണ് ആദ്യം പറഞ്ഞതെങ്കിലും ഒരു പക്ഷെ 300ന്റെ അടുത്ത് ട്രെയിൻ സെറ്റ് വന്നേക്കാം. അതിൽ ഒരു 80 എണ്ണോ അല്ലെങ്കിൽ 100 എണ്ണോ അലുമിനിയം ബോഡി ആയിരിക്കും. അപ്പോൾ വെയിറ്റ് കുറവായിരിക്കും, സ്പീഡ് കൂടുതൽ, എനർജി എഫിഷ്യന്റ് ആയിരിക്കും കൂടുതൽ. അങ്ങനെയാണ് വരുന്നത്. ഇതിന്റെ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജനുവരി 2025 ഈ ട്രെയിൻ അതിന്റെ കൊമേഴ്ഷ്യൽ റണ്ണ് ആരംഭിക്കാൻ അവരിപ്പോൾ ഉദ്ദേശിച്ചിട്ടുള്ളത്. പിന്നെ അതുപോലെ ഇപ്പൊ നമ്മൾ അത് എങ്ങനെയാണ് അതിന്റെ മെച്ചം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, മുംബൈ ഡൽഹി 1386 കിലോമീറ്റർ ആണ് ഡിസ്റ്റൻസ്. ഇപ്പൊ രാജധാനി ആ ദൂരം കവർ ചെയ്യാൻ എടുക്കുന്നത് 15 മണിക്കൂറും 32 മിനിറ്റുമാണ്. ഇത് ഈ പറഞ്ഞ പുതിയ വന്ദേ ഭാരത് സ്ലീപ്പർ സീരീസിലോട്ട് മാറിക്കഴിഞ്ഞു ഇതിൽ നിന്ന് തീർച്ചയായും ഒരു 3-4 മണിക്കൂർ അല്ലെങ്കിൽ അതിൽ കൂടുതൽ യാത്രാ സമയം വെട്ടിക്കുറയ്ക്കാൻ സാധിക്കും. പിന്നെ ഭയങ്കര സൗകര്യങ്ങളൊക്കെ ആയിരിക്കും അതിലുള്ളത്. പിന്നെ വേറൊരു സംഗതി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇതിൽ ഇൻവോൾവ് ആയിട്ടുള്ള, ഞാൻ പറഞ്ഞല്ലോ, 2 കൺസോർഷ്യമാണ് ഉണ്ടാക്കുന്നത്. അതിലൊന്ന് ഒരു റഷ്യൻ കമ്പനിയും ഒരു ഇന്ത്യൻ കമ്പനിയും ചേർന്നുള്ള ഒരു കൺസോർഷ്യവും, വേറൊന്ന് ഒരു ഇന്ത്യൻ കമ്പനിയും BHEL, നമ്മുടെ തന്നെ BHEL, അവർ കൂടി ചേർത്തിട്ടുള്ള കൺസോർഷ്യമാണ്. അപ്പൊ ഇതില് ഈ പദ്ധതിയും ശരിക്കും പറയുകയാണെങ്കിൽ മുമ്പ് ഫോറിൻ കോൺട്രാക്ട് ഒക്കെ ഏകദേശം അപ്രൂവ്ഡ് ആയതായിരുന്നു. പക്ഷേ അപ്പോഴേക്കും ഗവൺമെന്റിലുള്ള ആർക്കോ ഒരു വകതിരിവുണ്ടായി, ഇത് എന്തുകൊണ്ട് നമുക്ക് ഇവിടെ ഇന്ത്യയിൽ തന്നെ നിർമ്മിക്കണം എന്ന്, നമ്മൾ എന്തുകൊണ്ട് ഇതിന് ഇൻസിസ്റ്റ് ചെയ്യുന്നില്ല എന്നത്. അപ്പൊ അവർ തൽക്കാലം ആ കോൺട്രാക്ട് സ്ക്രാപ്പ് ചെയ്തിട്ട് പുതിയ കോൺട്രാക്ട്സ് വിളിച്ച് ഭാരതത്തിൽ തന്നെ ഉണ്ടാക്കാനുള്ള ഒരു കോൺട്രാക്ട് ഒക്കെ കൊടുത്തിട്ടാണ്. അപ്പൊ അത് അങ്ങനെ നോക്കുമ്പോൾ നമ്മൾ മേക്ക് ഇൻ ഇന്ത്യ ഇനിഷ്യേറ്റീവ് അതിന് വലിയൊരു ബൂസ്റ്റാണ് ഇതൊക്കെ. അപ്പോൾ 3 ടൈപ്പ്, അതായത് ഇപ്പൊ ഞാൻ ഒന്ന് വന്ദേ ഭാരത് ഇന്നലെ പറഞ്ഞു, ഇന്ന് അതിനെപ്പറ്റി കുറച്ചുകൂടി അതിൻ്റെ ഒരു ചെറിയൊരു ഇത് പറഞ്ഞു. പിന്നെ വന്ദേ ഭാരത് മെട്രോ, പിന്നെ നമ്മുടെ റീജിയണൽ റാപ്പിഡ് ട്രെയിൻ സർവീസ്, പിന്നെ വന്ദേ ഭാരത് സ്ലീപ്പർ. ഇങ്ങനെ 3 എണ്ണം ഇന്ത്യൻ റെയിൽവേ നമുക്ക് വേണ്ടി വളരെയധികം നമ്മളെ ഈ റെയിൽവേയുടെ വികസനം മുന്നോട്ട് പോകുന്ന ഒരു സമയത്ത് നമ്മുടെ പ്രതീക്ഷയ്ക്കും അപ്പുറത്തുള്ള ഒരു എക്സ്പീരിയൻസ് ആയിട്ട് റെയിൽ യാത്രകൾ മാറ്റുന്നതിനെ പറ്റി റെയിൽവേ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നതിന്റെ തെളിവാണ്. പണി തുടങ്ങി കഴിഞ്ഞു അല്ലേ? അതെ, മധുസൂദനൻ. ഏതായാലും വളരെ വിശദമായിട്ട് വലിയ ഒരു വിവരണമാണ് നിങ്ങളിപ്പോ നൽകിയത്. മെട്രോയെ പറ്റിയും പിന്നെ വന്ദേ ഭാരതിനെ പറ്റിയും ഇല്ല, ആ കറക്റ്റ് ആയിട്ടുള്ള പിക്ചർ നമ്മളെ പ്രേക്ഷകർക്ക് കൊടുത്തു കഴിഞ്ഞു. അവർക്കത് വളരെ ക്ലിയർ ആയി കഴിഞ്ഞു. അപ്പം നമ്മള് ഇതിന്റെ കൂട്ടത്തിൽ ചെയ്യേണ്ട വലിയൊരു സംഗതിയാണ് നമ്മളെ ഈ റെയിൽവേ സ്റ്റേഷനുകളുടെ സൗന്ദര്യവൽക്കരിക്കുന്നത് അല്ലേ? ഇത് സൗന്ദര്യമായിട്ട് ഇതിങ്ങനെ ഭയങ്കര സുന്ദരികൾ ഇങ്ങനെ ഇറങ്ങി വരുമ്പോ അതിനനുസരിച്ചിട്ട് ആ കാത്തു നിൽക്കുന്ന റെയിൽവേ സ്റ്റേഷനും കൂടി ഇതൊക്കെ ആയിക്കൊണ്ടിരിക്കുന്നു. പല സ്ഥലങ്ങളിലും വളരെ സുന്ദരമായ റെയിൽവേ സ്റ്റേഷനുകളൊക്കെ വന്നു കഴിഞ്ഞു.
നമ്മളെ കേരളത്തിൽ അങ്ങനെ വന്നിട്ടില്ല എന്ന് തോന്നുന്നു, അല്ലേ? കേരളത്തിൽ ഇതുവരെ അങ്ങനത്തെ കേരളത്തിൽ പണി നടന്നുകൊണ്ടിരിക്കുന്നു. പണി നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോട് എറണാകുളം ടൗൺ സ്റ്റേഷൻ, പിന്നെ മാറുന്നാണ് പറയുന്നത്. കോഴിക്കോടിന്റെ പണി ആ, നടക്കുന്നു. അതെ, പണ്ടത്തെ കാലത്ത് ആലോചിക്കാൻ പറ്റില്ല. നമ്മളെ ആ ഷൊർണൂർ ജംഗ്ഷനിലൊക്കെ കൊണ്ടുപോയിട്ട് വണ്ടിയെ കൊണ്ട് നിർത്തി കഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കാനുള്ള ഒരു സ്ഥലം ഇടയായിട്ട് കിട്ടുന്ന ഒരു സ്ഥലമാണത്. ഭക്ഷണം കഴിക്കാൻ പോയിട്ട് അതിന്റെ ആലോചിക്കാൻ പറ്റൂല. ആ റെയിലിന്റെ ഒക്കെ ഒരു സ്ഥിതി ഉണ്ടല്ലോ, റെയിലിന്റെ മേലെയാണല്ലോ കക്കൂസ് മുഴുവൻ. അതെ, ഓപ്പൺ ടോയ്ലറ്റ്. ഓപ്പൺ ടോയ്ലറ്റ് ആണല്ലോ അതിന്റെ മേലെ മുഴുവൻ വൃത്തികേടായിട്ട് അതിന്റെ ഒരു സ്മെല്ലും എല്ലാം കൂടി ആയിട്ട് ആ റെയിൽവേ സ്റ്റേഷനെ പറ്റി ഒന്നും ചിന്തിക്കാനേ പറ്റൂല. അപ്പൊ ആ ഒരു സ്ഥിതിവിശേഷം എന്നൊക്കെ ഇന്ന് ഭയങ്കര മാറ്റം ഉണ്ടായിട്ടുണ്ട്. ഇന്ന് റെയിൽവേ ഒരു സ്റ്റേഷനിലും നിങ്ങൾക്ക് അത് കാണൂല. കഴുകി വൃത്തിയാക്കി ക്ലീൻ ആണ്. പിന്നെ അത് ക്ലീൻ ആക്കേണ്ട ആവശ്യമില്ല. ഇപ്പൊ എല്ലാം ബയോ ടോയ്ലറ്റുകളായി മാറി. ഒരുവിധമൊക്കെ ബയോ ടോയ്ലറ്റ്സ് ആയല്ലോ. അതോട് കൂടിയിട്ട് അത് മാറിയിട്ടുണ്ട്. അല്ലെങ്കിൽ എന്താ സ്ഥിതി, മറ്റേ നമ്മളെ ബ്രിഡ്ജ്, പഴയ കാലത്ത് ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന കാര്യമൊക്കെ ചിന്തിച്ചിട്ടുണ്ട് നിങ്ങള്? ആ, പിന്നെ ബ്രിഡ്ജ് ക്രോസ് ചെയ്യുന്ന സമയത്ത് ഇതൊക്കെ എന്തുകൊണ്ട് പഴയ സർക്കാർ ആലോചിച്ചില്ല എന്ന് ഞാൻ ആലോചിക്കും. ഇന്നത്തെ സർക്കാർ ഇങ്ങനത്തെ ഓരോ മൈന്യൂട്ടായാലും ഓരോ സംഗതികൾ ആലോചിച്ചിട്ട് അത് ചെയ്യുന്നു. എന്നിട്ട് അതിനെ കുറ്റം പറഞ്ഞ് നടക്കാൻ ഒരുപാട് ആളുണ്ടെന്നല്ലാതെ ഈ സംഗതികൾ എന്തുകൊണ്ട് പണ്ട് ഇവര് ചിന്തിച്ചില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. ഇവര് പറയുന്നത് റെയിൽ ഞങ്ങൾ ഉണ്ടാക്കി, സ്റ്റേഷൻ ഞങ്ങൾ ഉണ്ടാക്കി, എല്ലാം ഞങ്ങൾ ഉണ്ടാക്കി എന്നൊക്കെ പറയുന്നുണ്ട്. എങ്കിലും ഇതൊക്കെ എന്തുകൊണ്ട് ചിന്തിച്ചില്ല എന്നുള്ളത് മനസ്സിലാവുന്നില്ല. കാരണം നമ്മൾ ഒരു ബ്രിഡ്ജിന്റെ അടിയിലൂടെ നമ്മൾ യാത്ര ചെയ്യുകയാണ്. മുകളിലെ കൂടെ ട്രെയിന് പോകുന്നുണ്ടെങ്കിൽ നമ്മൾ മാറി നിൽക്കണം തീവണ്ടി പോയി കഴിയുന്നവരെ. അല്ലെങ്കിൽ നമ്മളെ തലയില കക്കൂസ് നമ്മളെ തലയിലാക്കും. അതായത് ഒരു ഓട്ടയാണ്, അതിനുള്ള കൂടെ ടട്ടാന്ന് പോകില്ലേ, ഇങ്ങനെ മിഷ്യങ്ങളിൽ മയത്തില്ല സാധനം സംഭവമാണ്. അങ്ങനെ വലിയൊരു സാധനത്തിന് ഈ ബയോ ടോയ്ലറ്റ് ഒക്കെ ആക്കി ആദ്യം തന്നെ അതിനെ അങ്ങോട്ട് ചെയ്യാൻ വരെ ഇന്നത്തെ സർക്കാരിന് തോന്നി. അതുകൊണ്ട് അതൊക്കെ ഒരു വലിയ സംഗതിയല്ലേ, ചില്ലറപ്പെട്ട സംഗതി. ഞാൻ ഇവിടുന്ന് എന്റെ വീടിന്റെ അവിടുന്ന് പോകുന്ന വഴിക്ക് ഞങ്ങൾക്ക് ഒരു റെയിൽവേ ട്രാക്ക് ഉണ്ട്. ആ ട്രാക്കിന്റെ അടിയിൽ ഞാൻ എത്രയോ പ്രാവശ്യം വണ്ടി നിർത്തിയിട്ട്, സ്കൂട്ടർ നിർത്തിയിട്ട് നിന്നിട്ടുണ്ട്. കാരണം അതിന്റെ അകത്ത് എന്താ വരുന്നതെന്നില്ല അറിയില്ലല്ലോ. ഞാൻ മാത്രമല്ല കേട്ടോ, ഒരുപാട് ആൾക്കാർ രാവിലെ ഓഫീസിൽ പോകും, കുറെ ആൾക്കാർ ഇങ്ങനെ നിൽക്കും ഇതിന്റെ അടിയിൽ. ഞാൻ ആദ്യം എനിക്കിത് മനസ്സിലായിട്ടില്ല. ഞാനിതൊക്കെ നോക്കും, കുറെ ആൾക്കാർ ഇങ്ങനെ മെനക്കെട്ട് വണ്ടി കയറി. അപ്പൊ ഞാനും നിന്നത് എന്താ സംഗതി. പിന്നെയാണ് ആലോചിച്ചത് മുകളിലെ കൂടി സാധനം ഇങ്ങനെ പോവുകയാണെന്ന്. അത് പോയി കഴിഞ്ഞപ്പോ എല്ലാവരും സ്റ്റാർട്ടാക്കി പോകുന്നു. പിന്നെ അത് നോട്ടീസ് ചെയ്ത പല സ്ഥലങ്ങൾ. അതൊക്കെ ഒന്ന് മാറി. ചെന്നൈ സ്റ്റേഷനിലെ എന്റെ സ്ഥിതി ആലോചിച്ചു. ആ സ്റ്റേഷൻ ആലോചിക്കാൻ പറ്റുമോ? അവിടെ എത്തുന്ന സമയത്തില്ലേ ആ രണ്ട് മലകളുമായി ഇങ്ങനെ കിടക്കുന്ന അതിന്റെ മേലില്ല ആ ഒരു രംഗം, അതൊന്നും ചിന്തിക്കാൻ പറ്റൂല. അപ്പൊ ഈ റെയിലിന്റെ മേലല്ലേ അങ്ങനത്തെ വൃത്തികേടുകളൊക്കെ ഒഴിവാക്കാൻ പറ്റും. അത് തന്നെ വലിയൊരു സംഗതിയാണ്. അതന്നെ ഒന്ന് ചിന്തിക്കാൻ പറ്റാത്തൊരു സംഗതിയാണ്. ഇന്ന് നമുക്ക് പിന്നെ സ്റ്റേഷനിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ സ്റ്റേഷന്റെ ആ വൃത്തിയേട്ട മണമൊക്കെ പോയി. ഒരു വൃത്തിയുടെ സ്പെഷ്യൽ ഒരു മണം വരും അവിടെ പോയാല്, അതൊക്കെ പോയി. പിന്നെ കുറെ മത്തി, അയിലി എല്ലാം കൂടി കൊട്ടയിലാക്കിയിട്ട് ഉടഞ്ഞിട്ട് എല്ലാം കൂടി സാധനം എല്ലാം കൂടി വലിച്ച് കയറ്റിയതിന്റെ അകത്തിട്ട് അതിന്റെ ഏരിയയിലെ കൂടെ പോകാൻ പറ്റൂല, അല്ലേ? ആ ഏരിയ കൂടെ ഇപ്പൊ ഉണ്ടെങ്കിൽ അത് പഴയ മറ്റേ ട്രെയിനുകളിൽ ഈ മുന്തിയ നമ്മളെ പാസഞ്ചർ ട്രെയിനുകളിൽ നിന്നൊക്കെ അത് മാറി മാറി പോകുന്നുണ്ടോ എന്നും തോന്നുന്നുണ്ട്. പിന്നെ പിറ്റേ ദിവസം രാവിലെ എത്തേണ്ട കാര്യങ്ങൾക്കൊക്കെ പോകുന്നുള്ളൂ. എന്നാലും ഈ മത്തി അയിലൊക്കെ കൊണ്ടുപോകുന്ന പരിപാടി കുറച്ചൊക്കെ ഇല്ലാണ്ടായിട്ടുണ്ടോ എന്ന് സംശയമുണ്ട്. അപ്പൊ അധികം ഈ പഴയ പാക്കേജിംഗിൽ വന്ന വ്യത്യാസം ചിലപ്പോ അതായിരിക്കണം. പഴയ മാതിരി വൃത്തികേടായിട്ട് അങ്ങനെ ബോക്സിലൊക്കെയാണല്ലോ, അതെങ്ങനെ ഒലിച്ച് വൃത്തികേടായി ഇങ്ങനെ കിടക്കുന്ന പണ്ട് കൊട്ടയിൽ കൊട്ടയിലാക്കിയിട്ട് ഓല പടഞ്ഞിട്ട് ഒരു സാധനമൊക്കെ ആക്കി അതിലേക്ക് ഉപ്പൊക്കെ ഇട്ടിട്ട് കൊണ്ടുപോയി അങ്ങോട്ട് ഇടുകയാണ്. പിന്നെ നാറ്റാണ് അവിടെ മുഴുവൻ ഏരിയ മുഴുവൻ. പിന്നെ ഒരു സാധനം വരാണ്ട്, തൈര്. അത് കണ്ടിരുന്നോ? അമ്മോ, പഴയ കാലത്ത് ഈ കല്യാണത്തിനൊക്കെ പോയിട്ട് പച്ചടി കൂട്ടുന്ന ഒരു കാര്യം ആലോചിച്ചു. തൈരൊക്കെ ഇട്ടില്ല അവിയലും പച്ചടിയൊക്കെ ഇങ്ങനെ നല്ല രസത്തില് എല്ലാരും വാരി അടിക്കലുണ്ട്. ഈ അടിക്കുന്ന കാര്യമൊക്കെ ഒന്ന് ചിന്തിച്ചു നോക്കണ്ടെങ്കിൽ അത് കൂട്ടൂല. ഞാൻ പല പ്രാവശ്യം ചിന്തിച്ചു പോയിട്ടോ, സത്യം പറയാ. ഇത് റെയിൽവേ സ്റ്റേഷൻ ഒന്ന് ആലോചിച്ചിട്ടുണ്ടെങ്കിൽ കല്യാണ സദ്യ പച്ചടി ഒഴിവാക്കുമ്പോള് അവിയലൊക്കെ ഒഴിവാക്കുക, തൈരൊന്നും കൂട്ടൂല. കാരണം ഈ സാധനം എടുത്തോണ്ടിരുന്നത് അതിങ്ങനെ
കാക്കയൊക്കെ അതിന്റെ മേലെ ഇരുന്ന് ബോംബിട്ട് എല്ലാം കൂടി നാശിപ്പിച്ചിട്ട് അതിന്റെ ടേസ്റ്റ് വരെ ഉണ്ടാവും തൈര്. അങ്ങനത്തെ ഒരു ഒക്കെ ഉണ്ടായിരുന്നു. അതിൽ നിന്നൊക്കെ ഇങ്ങനെ വ്യത്യാസമായി. ഇന്നിപ്പോ ഇത് പഴയ റെയിൽവേ മന്ത്രിക്കൊന്നും ഇതിനെപ്പറ്റി ആലോചനയില്ലായിരുന്നു. കാട്ടിലെ തടി തേവരുടെ ആന, അല്ല, വലിയടാ വലി, അതായിരുന്നു ആറ്റിറ്റ്യൂഡ്. അതെ, അത് എനിക്കൊരു അനുഭവം ഉണ്ട്. പണ്ട് നമ്മളെ കോഴിക്കോട് സ്റ്റേഷനിൽ ഈ ചെറിയ സ്റ്റോൾ ഉണ്ടല്ലോ, ചെറിയ സ്റ്റോൾ, ടീ സ്റ്റോള്, അങ്ങനത്തെ ഫുഡ് എന്തെങ്കിലും സ്റ്റോള്. അപ്പൊ ഇതിന്റെ മുമ്പിൽ വാജ്പേയി സർക്കാരില്ല സമയത്ത് ഞാൻ അതിനു വേണ്ടി ഒന്ന് ട്രൈ ചെയ്തിരുന്നു. ഞാൻ ട്രൈ ചെയ്തിട്ട് ഞാനത് പിന്നെ ഇവിടെ റെയിൽവേ ഇല്ല, അന്ന് മധുസൂദൻ തന്നെയായിരുന്നു തോന്നുന്നു അദ്ദേഹത്തിന്റെ പേര്. അങ്ങനെ അയാളായിട്ട് ഞാൻ പോയി സംസാരിച്ചു. അപ്പൊ അയാൾ പറഞ്ഞു, ഒന്നും വേണ്ട മിനിസ്റ്റർ ജസ്റ്റ് ഒന്ന് ഇത് തന്നാ മതി, ഇപ്പൊ തന്നെ നിങ്ങൾക്ക് അലോട്ട് ചെയ്ത് തരാം, സ്ഥലമുണ്ട്, അലോട്ട് ചെയ്യാൻ പറ്റും, ഓപ്ഷൻ വേണ്ടി വരും, എന്നാലും അലോട്ട് ചെയ്യാൻ പറ്റും, നമുക്ക് ചെയ്യാന്നൊക്കെ പറഞ്ഞു. ഔട്ട് ഓഫ് ദ വേ ആയിട്ടൊന്നല്ല, അതിന്റെ കറക്റ്റായ വേയിലൂടെ തന്നെ ചെയ്യാൻ പറ്റുന്ന. അപ്പൊ പക്ഷെ മിനിസ്ട്രിയിൽ നിന്നൊരു ഇത് വേണമെന്ന്. അപ്പൊ അന്ന് BJP സർക്കാരാണല്ലോ. അപ്പൊ അതുകൊണ്ട് ഞാൻ BJP സർക്കാരിന്റെ ഒരു നല്ല കാര്യം പറയാ, അന്നത്തെ റെയിൽവേ മന്ത്രിയുടെ ഒരു നല്ല കാര്യം ഞാൻ പറയുകയാണ്, അത്രേ ഉള്ളൂ. അപ്പൊ റെയിൽവേ സഹമന്ത്രി അറിയാലോ, O രാജഗോപാൽ എന്ന് പറയുന്ന റെയിൽവേ സഹമന്ത്രി. അപ്പൊ ഞാൻ അദ്ദേഹത്തിന്റെ അടുത്ത് പിന്നെ പോയിട്ട് ഞാൻ പറഞ്ഞു, ഇങ്ങനെ ഈ ഓഫീസർ ഉണ്ട്, എല്ലാവരും ഉണ്ട്, കോഴിക്കോട് റെയിൽവേ സ്റ്റേഷനിൽ അകത്ത് വെച്ചിട്ട് ഞാൻ പറഞ്ഞത് അവിടെ ഇങ്ങനെ ഒരു സ്റ്റോൾ ഉണ്ട്, അത് കിട്ടിയിരുന്നെങ്കിൽ എനിക്കൊരു ജോലിയായിരുന്നു, പിന്നെ നമുക്കൊരു ബിസിനസ് ആവുമായിരുന്നു. അപ്പൊ നമ്മളില്ല സമയത്താണല്ലോ ഇപ്പൊ ഇതൊക്കെ എന്തെങ്കിലും ചെയ്തു തരാൻ പറ്റുക, ഒന്ന് ചെയ്തു തന്നൂടെ എന്ന് ചോദിച്ചു. ഇയാളോട് ഇപ്പൊ ഒരു വാക്ക് പറഞ്ഞാൽ മതി, ബാക്കിയില്ലതൊക്കെ അതിന്റെ പ്രൊസീജിയർ ആയിട്ട് കാര്യങ്ങൾ നടന്നോളും. അപ്പോ പുള്ളി എന്നോട് പറഞ്ഞെന്താ അറിയോ, മധു, എനിക്ക് ജാഫർ ഷെരീഫ് ആവാൻ പറ്റില്ല. അതായത് മറ്റേ ആൾ ഇങ്ങനെ നിങ്ങൾ പറഞ്ഞ മാതിരി ഈ കാട്ടിലെ തടി ദേവരാനന്ദ ഇങ്ങനെ വെച്ചു കൊടുക്കും. അപ്പൊ എനിക്ക് അതാവാൻ പറ്റൂല, എനിക്ക് അങ്ങനത്തെ ഔട്ട് ഓഫ് ദ വേ ആയിട്ട്. ഞാൻ പറഞ്ഞ ഔട്ട് ഓഫ് ദ വേ അല്ല, ആ ഓഫീസറോട് ചോദിച്ചു നോക്കൂ, ചേട്ടാ അയാളോട് ചോദിച്ചിട്ട് പിന്നെ തന്നാ മതി. അപ്പൊ അയാൾ പറഞ്ഞ അങ്ങനെ അത് അതിന്റെ ടെൻഡർ വിളിച്ച് അതിന്റെ കാര്യങ്ങളായിട്ട് വരുമ്പോ അപ്പൊ നോക്കാം, അല്ലാണ്ട് ഇപ്പൊ ഒന്നും ചെയ്യാൻ പാടില്ല, സ്ഥലം ആർക്കും കൊടുക്കണ്ട, അവിടെ വെച്ചോ. അയാളത് നമ്മള് പിന്നെ പല ഇതിലുണ്ടെങ്കിലോ അത്രയും ക്ലോസ് ആണെങ്കിലോ അയാൾ അതൊന്നും ചെയ്യാൻ തയ്യാറില്ലായിരുന്നു. അതാണ് അന്നത്തെ ആ മന്ത്രിമാരെ ഗുണം. ആ മന്ത്രിമാരെ ഗുണമാണ് ഞാൻ പറഞ്ഞത്. അയാൾ ഒറ്റ വാക്കാണ് പറഞ്ഞത്, എനിക്ക് ഇതാവാൻ പറ്റൂല. അപ്പൊ ഞാനൊരു വാക്കും പറഞ്ഞു, ഇത് വല്ല ഏതെങ്കിലും മറ്റോ പാർട്ടിക്കാരറ്റാണെങ്കിൽ ഇത് കിട്ടിപ്പോയിട്ടുണ്ടാവുകയായിരുന്നു. പുള്ളിനോടല്ലോ പറഞ്ഞേ. പുള്ളിനോടല്ലേ ഞാൻ പറഞ്ഞു, ഇത് വേറെ ആരെങ്കിലും ജാഫർ ഷെരീഫ് പറ്റാണെങ്കിൽ ഞാൻ എന്തെങ്കിലും ഇതാക്കിയിട്ടുണ്ടെങ്കിൽ സംഗതി എനിക്ക് റെഡിയായി കിട്ടിയ, നിങ്ങളൊന്നും ഉണ്ടായിട്ട് ഒരു കാര്യമില്ല. അങ്ങനെ ഞാൻ ഇറങ്ങി വന്നൊരു ഇതുണ്ടായിരുന്നു, ദേഷ്യം പിടിച്ചിട്ട് ഞാൻ ഇറങ്ങി വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെയായിരുന്നു നമ്മളെ പിന്നെ ഈ BJP സർക്കാരിന്റെ അന്നത്തെ വാജ്പേയിന്റെ കൂടെ ഉണ്ടായ ചില മന്ത്രിമാർക്കൊക്കെ. പക്ഷെ അയാൾ നാട്ടിന് വേണ്ടി ഒരുപാട് ചെയ്തിട്ടുണ്ട്. വ്യക്തിപരമായിട്ട് ഒരാൾക്കും ഒന്നും ചെയ്തിട്ടില്ല, ചെയ്യൂല. സത്യസന്ധനാണ്. അപ്പൊ നമുക്ക് സത്യസന്ധത പിന്നെ നമുക്ക് എങ്ങനെയൊന്ന് കിട്ടുക, നമ്മളെ സർക്കാരല്ലേ എന്നൊക്കെ രീതിയിൽ തോന്നുന്നതാണ്. അപ്പൊ അതുകൊണ്ടാണ് പോയി ചോദിക്കുന്നത്. അപ്പൊ പുള്ളി പറയുന്നത് അത് പറ്റൂല, ഞാൻ ഔട്ട് ഓഫ് ദ വേ ആയിട്ട് ഒന്നും ചെയ്യില്ല, അതൊന്നും നടക്കുന്ന കാര്യമില്ല, ചെയ്യാൻ പറ്റൂല എന്ന് ക്ലീൻ ആയിട്ട് പറഞ്ഞു. പറയാനില്ല, തൻ്റെ അയക്കുണ്ടായി, ഞാൻ സമ്മതിച്ചത്. ഇന്നാലോചിക്കുമ്പോ അത് കറക്റ്റാണ് അയാൾ ചെയ്തത്, അല്ലേ? അപ്പൊ അങ്ങനെ അത് അന്ന് മുതലേ അത് ഏതായിരുന്നു വർഷം? വാജ്പേയി സർക്കാരിന്റെ 1999 മുതൽ 2004 വരെ ആ സമയത്ത്. അപ്പൊ അങ്ങനെ അന്ന് തന്നെ പുരോഗമനത്തിലേക്ക് ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നത്. അതിന്റെ ഇടയിൽ നമ്മളെ വേറെ ആൾക്കാരൊക്കെ വന്നതിനെ കൊണ്ട് നിന്നുപോയതാ. അല്ലെങ്കിൽ ഇന്ന് മെട്രോ ഒക്കെ ഉണ്ടായി എല്ലാം കഴിഞ്ഞ് എവിടെയോ എത്തിക്കഴിഞ്ഞിട്ടുണ്ടാവുകയായിരുന്നു. ഈ ചിന്താഗതി ഇടയ്ക്ക് ഒരു സൂപ്പർ സ്റ്റാർ മറ്റേ മന്ത്രി ഉണ്ടായില്ലേ, ലാലു പ്രസാദ് യാദവ്. ലാലു പ്രസാദ് യാദവ് കോയിത്തൂട്ടം വരെ വിറ്റിട്ട് പൈസ ഉണ്ടാക്കിയാണ് അയാൾ. അപ്പൊ
അയാൾ മാത്രല്ല അങ്ങേര് ചെയ്ത ഭയങ്കര ഇന്ത്യൻ റെയിൽവേ അങ്ങേര് ചെയ്ത ഭയങ്കര സംഭവങ്ങള് ഏതൊക്കെയോ ഫോറിൻ യൂണിവേഴ്സിറ്റി ഒക്കെ മറ്റേ ഒരു സ്റ്റഡി നടത്താന്നൊക്കെ അവകാശപ്പെട്ടു. അവകാശപ്പെട്ടിരുന്നു. എനിക്ക് തോന്നുന്നു തള്ളിന്റെ ആദ്യത്തെ വെർഷൻ അവിടുന്നായിരുന്നു എന്ന് തോന്നുന്നു. അവിടുത്തെ രാഷ്ട്രീയത്തിൽ തള്ളിന്റെ ആദ്യത്തെ വെർഷൻ ലാലു യാദവ് ആയിരുന്നു. ഇപ്പോഴും നിർത്തിയിട്ടില്ല. ഇല്ല. എണീച്ച് നിൽക്കാൻ പറ്റുന്നില്ല, ആ സ്ഥിതിയിലായിട്ടുണ്ട്. എന്നിട്ട് അയാൾക്ക് ഇപ്പോഴും നിർത്തിയിട്ടില്ല ആ പരിപാടിയൊന്നും. എങ്ങനെയെങ്കിലും ഇനിയും കുറച്ചുണ്ടാക്കണം എന്നതിന്റെ ഐഡിയയിലാന്ന് തോന്നുന്നു, അല്ലേ? അതുകൊണ്ട് നമ്മളെ റെയിൽവേ നിന്ന് വിട്ടുപോകണ്ട, നമ്മളെ വിഷയത്തിൽ നിന്ന് വിട്ടുപോകണ്ടേ. അപ്പൊ അതൊക്കെ കഴിഞ്ഞ് ഇന്ന് നമ്മൾ യാത്ര ചെയ്യുന്ന ആ ട്രെയിൻ ഫുൾ സ്വിങ്ങിൽ വന്നു കഴിഞ്ഞാൽ നമ്മൾ ആ യാത്രകളുടെ ആ ഒരു മനോഹാരിത ഒന്ന് ആലോചിച്ചു നോക്കും. എന്തായിരിക്കും രസം? എങ്ങോട്ട് പോകുമ്പോ ആ വണ്ടികളൊക്കെ കാണുമ്പോൾ തന്നെ ഒരു സുഖം. അല്ല, പഴയ കാലത്ത് അന്ന് ടെക്നോളജി അത്രേ ഉണ്ടായിട്ടുള്ളൂ, അതുകൊണ്ട് അവർ അത്രേ ചെയ്തിട്ടുള്ളൂ. എങ്കിലും ഇങ്ങനെയുള്ള സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റുമായിരുന്നു. ഇങ്ങനെയുള്ള പല സൗകര്യങ്ങൾ ചെയ്യാൻ പറ്റും. ആ സൗകര്യങ്ങൾ പോലും അവർ ചെയ്തിട്ടില്ല എന്നുള്ളതാണ് അതിന്റെ ഇത്. ചെയ്യാൻ പറ്റിയില്ല, അവർ ചെയ്തിട്ടില്ല. പക്ഷെ നമ്മള് ഇന്നത്തെ പ്രധാനമന്ത്രി അതിനൊക്കെ എത്രയോ വർഷങ്ങൾ അപ്പുറത്തേക്കുള്ള പുരോഗമനത്തിനെ പറ്റി ചിന്തിച്ചു കഴിഞ്ഞു. അപ്പൊ അയാളൊക്കെ ആ ഒരു ചിന്താഗതി ആലോചിച്ച് നോക്കണം. ഇന്ന് ആ ട്രെയിനിന്റെ അകത്ത് കയറി കഴിഞ്ഞാൽ ഇന്ന് അതിന്റെ ഒരു ഭംഗി ആലോചിച്ചാല് അതിന്റെ സീറ്റിംഗ് വളരെ സുന്ദരമായിട്ട് ഇരിക്കാനുള്ള ഒരു സ്ഥലം. ആ ഇരുന്ന് കഴിഞ്ഞിട്ട് നമുക്ക് വേണേൽ റിവോൾവ് ചെയ്തിട്ട് നമ്മളെ സീറ്റിനൊക്കെ തിരിച്ചിരിച്ചിട്ട് റെയിൽവേനൊക്കെ ആലോചിക്കാൻ പറ്റും. അങ്ങനെ ഇവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് മംഗലാപുരം വരെ പോകുന്ന ഒരു ട്രെയിൻ ഉണ്ട്, കംപ്ലീറ്റ് ഗ്ലാസ് ആണ്. കംപ്ലീറ്റ് ഗ്ലാസ് ആയിട്ട് കംപ്ലീറ്റ് ഹിൽ ഏരിയാസ് ഒക്കെ കണ്ട് പിന്നെ ഒരു ഉല്ലാസ യാത്രക്ക് തയ്യാറായി നിൽക്കുന്ന തരമായ ഒരു കാഴ്ച നമുക്ക് കാണാൻ പറ്റും. പിന്നെ ഈ വന്ദേ ഭാരതിലൊക്കെ പോകുക എന്ന് പറഞ്ഞ ഒരു അഭിമാനം തന്നെയാണ്. എന്തൊരു പിന്നെ നമ്മളാ ഒരു മാറ്റം ഇങ്ങനെ നമ്മൾ അതിലിരുന്നിട്ട് ഇങ്ങനെ ആസ്വദിക്കുകയാണ്. അതിപ്പോഴത്തെ പുതിയ കുട്ടികൾക്ക് ആസ്വദിക്കാൻ പറ്റൂല, നമുക്കേ ആസ്വദിക്കാൻ പറ്റൂ. കാരണം നമ്മളാണ് ഈ പഴയത് കണ്ട ആൾക്കാർ, കൂകിപ്പായും തീവണ്ടി കണ്ട ആൾക്കാർ നമ്മളെ ഉള്ളൂ. അപ്പൊ നമുക്കാണ് അതിന്റെ ആസ്വാദനം കിട്ടിയത്. അപ്പുറവും ഇല്ല അപ്പുറവും ഇല്ലാത്ത ആൾക്കാരാണ് നമ്മളെ ആ ഒരു ജനറേഷൻ. എങ്കിലും നമുക്കൊരു ഭാഗ്യവും കൂടിയാണ് അത്. ആ പഴയ കാലഘട്ടത്തിൽ 3 സ്റ്റെപ്പ് കാണാൻ പറ്റി. കൽക്കരിന്ന് ഡീസലിന് മാറി ഇന്നത്തെ ഇലക്ട്രിഫൈ ചെയ്ത തീവണ്ടികൾ കാണാൻ പറ്റി. അതുകൂടാതെ അതിനെ സൗന്ദര്യവൽക്കരിച്ചുകൊണ്ട് സൗകര്യങ്ങൾ വർദ്ധിപ്പിച്ചുകൊണ്ട് അതിൻ്റെ അകത്ത് നെറ്റ്, ഇന്റർനെറ്റ്, അങ്ങനെയുള്ള സൗകര്യങ്ങൾ, നിങ്ങളെ മൊബൈൽ ചാർജ് ചെയ്യുക, നിങ്ങൾക്ക് വേണ്ട ഭക്ഷണങ്ങൾ. ഞാൻ കഴിഞ്ഞ ദിവസം പോകുമ്പോൾ ഞാൻ ഈ കട്ടൻ ചായയാണ് കുടിക്കുക. ഞാൻ ഈ പാലൊഴിച്ച ചായകൾ അങ്ങനെ കഴിക്കാറില്ലായിരുന്നു. അപ്പോൾ ഞാന് ആ ചായ കൊണ്ടുവരുന്ന ആളോട് പറഞ്ഞേ എനിക്ക് കുറച്ച് ഹോട്ട് വാട്ടർ വേണം. അപ്പൊ ഞാൻ എന്താക്കുന്ന, പോകുന്ന സമയത്ത് ഈ ടീ ബാഗ് വാങ്ങി വെക്കും. ഞാൻ പറഞ്ഞു ചൂടുവെള്ളം, നല്ല തിളച്ച വെള്ളം വേണം. ഉടനടി നമുക്ക് തിളച്ച വെള്ളം ഉണ്ടാക്കിയിട്ട് കൊണ്ടുവന്ന് തരിക. പണ്ട് ആലോചിക്കാൻ പറ്റും? ഇല്ല. നമ്മളേതൊക്കെ സ്റ്റേഷൻ എത്താൻ കാത്തുക്കണം, ചൂടുവെള്ളം തരുമെന്ന് ചോദിക്കണ്ടേ? എന്നാൽ അത് വേണ്ട, നമുക്ക് ഇപ്പം തന്നെ നല്ല സ്റ്റൈലൊക്കെ കൊണ്ടുവന്ന് വെച്ചിട്ട് തരികയാണ്. എന്നിട്ട് ഇതെടുത്തിട്ടാൽ മതി. അത് ഇടുന്ന സമയത്ത് അയാളിനോട് പറഞ്ഞു, സാർ ഇത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുണ്ടായിരുന്നു, ഇത് തരുമായിരുന്നു എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു വേണ്ട, എനിക്കത് അറിയാം, ചിലപ്പോൾ ഇല്ലെങ്കിലോ എന്ന് വിചാരിച്ച് ഞാൻ സ്റ്റോക്ക് ചെയ്തിട്ടുണ്ട്, എനിക്ക് അതാണ് വേണ്ടത്. ഇടയ്ക്കിടയ്ക്ക് എനിക്കിത് വേണം കേട്ടോ, അതൊന്ന് തരാൻ പറ്റുമോ ചോദിച്ചോ. നിങ്ങൾ ചോദിച്ചോളൂ, എത്ര വേണമെന്ന് തരാം. ഞാൻ ഒരു 3-4 ചായ തിരുവനന്തപുരം എത്തുന്നതിൻ്റെ ഇടയിൽ 4-5 ചായ കുടിച്ചിട്ടുണ്ടാവും. ഈ സാധനം ഇട്ട് ഇടയ്ക്കിടയ്ക്ക് കുടിച്ചു. അങ്ങനെയുള്ള സൗകര്യങ്ങളൊക്കെ വണ്ടിയിൽ തന്നെ ഇരുന്നിട്ട് ചെയ്യാൻ പറ്റുക പറഞ്ഞാൽ, ഭക്ഷണം കഴിഞ്ഞിട്ട് ഒരു ചായ, അങ്ങനെയുള്ളൊരു സൗകര്യങ്ങളിലൊക്കെ നമ്മൾ എത്തിച്ചില്ലേ. അത് മാത്രല്ല, നമുക്കിപ്പോ എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് ഉണ്ടെങ്കിൽ നമ്മൾ ആ മറ്റേ റെയിൽവേയുടെ ഒരു ഇതുണ്ടല്ലോ, വെബ്സൈറ്റ് അല്ലെങ്കിൽ ആ നമ്പറിൽ വിളിച്ച് പറയാ. അല്ലെങ്കിൽ വേറൊരു സാധനം ഉണ്ട്, ഒരു ആപ്പ് ഉണ്ട്. ആ ആപ്പിൽ നമ്മൾ കംപ്ലൈന്റ് ചെയ്താല് അടുത്ത സ്റ്റേഷൻ ആകുമ്പോഴേക്കും അവർ ആ കംപ്ലൈന്റ് അറ്റൻഡ് ചെയ്യും. പിന്നെ ഈ ക്ലീൻ ചെയ്യുന്നത്, ട്രെയിനിന്റെ അകത്ത് ക്ലീൻ ചെയ്യുന്നത്, പണ്ട് ഇത് ഏതെങ്കിലും ലാസ്റ്റ് സ്റ്റേഷനിൽ എത്തുമ്പോഴാണ് ക്ലീൻ ചെയ്യുന്നത്. ഇപ്പൊ കോഴിക്കോട് പോയിട്ട് ചെന്നൈ എത്തുമ്പോ പിന്നെ ക്ലീനിങ് ഉള്ളൂ.
അതിന്റെ ഇടയിൽ ഈ ധർമ്മക്കാർ വന്ന് ക്ലീൻ ചെയ്താലോ. അതിന്റെ വേറെ അത്രേ ഉള്ളൂ. വേറെ ആരും നമ്മളെ ചെരുപ്പൊക്കെ എടുത്തിട്ട് അവരുടെ ക്ലീൻ സർവീസ് ആയിരുന്നു. ഒരു 50 നമ്മളോട് ചോദിച്ചിട്ട് പോകുന്ന ഒരു ഒരു കുറച്ച് ആൾക്കാർ അങ്ങനെ ജീവിച്ചു പോകുന്നുണ്ട്. അതെ. അപ്പൊ അതൊരു ജീവിത മാർഗമായിട്ട് അങ്ങനെയൊന്നും ഉണ്ടായിരുന്നു. ഇന്ന് അങ്ങനെയല്ല. ഇന്ന് മറ്റേ എല്ലാ സാധനങ്ങളായിട്ട് ആൾക്കാർ ഇതിന്റെ അകത്തുണ്ട്. അതിന് ഏജൻസിക്ക് കൊടുത്തിരിക്കുകയാണ്. ആ അതെ. ഏജൻസി അവിടെ രാവിലെ വന്ന് ക്ലീൻ ചെയ്തു, വൈകുന്നേരം വന്ന് ക്ലീൻ ചെയ്തു, ഉച്ചക്ക് വന്ന് ക്ലീൻ ചെയ്ത്, ഏത് സമയത്തും മറ്റേ ഫെനോയിൽ അടിച്ച് ക്ലീൻ ചെയ്ത്, അങ്ങനെയുള്ള ക്ലീനിങ് ഒക്കെ ബാത്റൂം ക്ലീൻ ചെയ്യുന്നു. ഓരോ സംഗതി മിനിറ്റിൽ ചെയ്യാണ്. എന്നിട്ട് നമ്മളെ അടുത്തുനിന്ന് അതിന് മാത്രല്ല ക്ലീൻ ചെയ്തിട്ട് നമ്മുടെ അടുത്ത് ഒരു ഒപ്പും മേടിക്കുന്നുണ്ട്. അതാ പറയാൻ പോയത്. നമ്മുടെ അടുത്തൊരു ഒരു കമ്പാർട്ട്മെന്റിലെ ഒരു ആ. കുറച്ച് യാത്രക്കാരുടെ അടുത്തുനിന്ന് ആ. അവര് നമ്മളെ റേറ്റ് ചെയ്യാൻ പറയുന്നു. അതെ നമ്മൾ ഒപ്പും മേടിക്കുന്നുണ്ട്. ഒപ്പും എന്റെ അടുത്ത് വാങ്ങിയിരുന്നേ. ഞാൻ പിന്നെ ഈ അയോധ്യ യാത്രയിലൊക്കെ നമ്മളാ പോകുന്ന സമയത്ത് ആ ട്രെയിനൊക്കെ ഫുൾ ടൈം അപ്പ് ആൻഡ് ഡൗൺ യാത്രയില് ഫുള്ളായിട്ട് അതിന്റെ അകത്ത് ഇങ്ങനെ ഒരു 4-5 ആൾക്കാര് ട്രെയിനിലുണ്ട്. ഒരു 2-3 കമ്പാർട്ട്മെന്റ് നോക്കാന് ഇവരെ ഏൽപ്പിച്ചിരിക്കുകയാണ്. അപ്പ് ആൻഡ് ഡൗൺ അവർ ഫുൾ ടൈം കൂടെ ഉണ്ട്. അല്ലെങ്കിൽ ആ ട്രെയിനൊക്കെ എങ്ങനെ ഉണ്ടാവും എന്ന് ആലോചിച്ചു നോക്കും. കടലാസും കുപ്പിയും നിറഞ്ഞിട്ട് എന്തിനു കൊള്ളൂ. ഞങ്ങൾ പോയ ട്രെയിൻ ചിലപ്പോ അങ്ങനെ ഉണ്ടായില്ല എന്ന് വരും. കാരണം ഞങ്ങളെല്ലാരും വേറെ ആൾക്കാരെല്ലാരും കൂടി ഒരു ട്രിപ്പ് ആയത് ഇതുകൊണ്ട് അത് ഉണ്ടാവില്ല. മറ്റല്ലാതെ ഒരു യാത്രയാണെങ്കിൽ ആ തീവണ്ടിനെ പറ്റി ആലോചിക്കാൻ പറ്റില്ല. അങ്ങനെ ഒരു ഇതാണ് നമ്മളെ ഒരു ഇന്ത്യൻ ഒരു നല്ല സ്വഭാവമായത് കൊണ്ട് അതങ്ങനെയാണ് അത്. അപ്പൊ അതിൽ നിന്നൊക്കെ പോയി എല്ലാ കാര്യങ്ങളൊക്കെ പോയിട്ട് ഇപ്പം വളരെ പുരോഗമനത്തിലെത്തി. നമ്മൾ വന്ദേ ഭാരത് എന്ന് പറയുന്ന ഒരു സുന്ദരമായ ഒരു യാത്രയിലെത്തി. ഇനി ഏത് ട്രെയിനുകളാണ്, എങ്ങനെയുള്ള പുരോഗമനങ്ങളാണ് വരിക എന്നുള്ളതൊക്കെ നമുക്ക് ഇനി ഇപ്പൊ ഈ 5 വർഷത്തിനിടയിൽ 4-ാം തീയതിയോട് കൂടിയിട്ട് വീണ്ടും മോഡിജി തന്നെ വന്നു കഴിഞ്ഞാൽ ഉണ്ടാവുന്ന ആ ഒരു പുരോഗമനമൊക്കെ നമുക്ക് കണ്ടറിയാവുന്നതേ ഉള്ളൂ, അല്ലേ? അതെ അതെ അതെ. അതിന് അല്ല, പിന്നെ വേറൊരു കാര്യം നമ്മൾ അന്ന് ഒരു പ്രാവശ്യം സംസാരിക്കുമ്പോൾ പറഞ്ഞിരുന്നു, ഈ ഫോറിൻ ഈ ബ്ലോഗേഴ്സും വ്ളോഗേഴ്സൊക്കെ ഇന്ത്യൻ ഈ വന്ദേ ഭാരതിൽ കയറി അതിനെപ്പറ്റി ഭയങ്കരമായിട്ട് പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നത്. ഭയങ്കര പ്രോഗ്രാംസ് ഒക്കെ ചെയ്യുന്നതിന് അവര് ജർമ്മനിന്നൊക്കെ, അതും ജർമ്മനിന്നൊക്കെ അവിടെയൊക്കെ ഭയങ്കര എത്ര അഡ്വാൻസ്ഡ് ട്രെയിൻ എന്നേ ഉള്ള സ്ഥലമാണ്. അവരെന്നിട്ട് ഇത് വന്നിട്ട് ഇതിങ്ങനെ തിരിഞ്ഞിരിക്കുന്നതും ഈ റിവോൾവ് ചെയ്യുന്ന ചെയറിനെ പറ്റിയിട്ടും കാര്യങ്ങളും ഒക്കെ പറയാണ്. അപ്പൊ അവര് വരെ വന്നിട്ട്, കാരണം അവര് ഇതിൽ വന്നിട്ട് യാത്ര ചെയ്തിട്ടുള്ള ആൾക്കാരായിരിക്കുമല്ലോ. അവര് നമ്മളെ മരുന്നല്ല ഒരുപാട് യാത്ര ചെയ്യുന്ന ആൾക്കാരും കൂടിയാണല്ലോ. അപ്പൊ അവരൊക്കെ ഉണ്ടായ അനുഭവങ്ങൾ, മോശമായ അനുഭവങ്ങൾ, അതിൽ നിന്ന് ഭയങ്കര വ്യത്യാസമായ ഒരു അനുഭവം ഉണ്ടാകുന്ന ഒരു സന്തോഷം കൂടി ഉണ്ടാവും, അല്ലേ? ഭാരതത്തിന്റെ ആ ഒരു ഗമ തന്നെയാണ് ഈ വന്ദേ ഭാരത് എന്ന് പറയുന്നത്. റെയിൽവേന്റെ ഒരു അഭിമാനം തന്നെയാണ് അതൊക്കെ. സ്പീഡ് പിന്നെ ആലോചിച്ച പോലെ സ്പീഡ് തന്നെ നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത ഒരു ലെവലാണ് ഇപ്പോഴുള്ളത്. അതിന്റെ പിക്കപ്പ് പിക്കപ്പ് ഒരു 100 കിലോമീറ്റർ 52 സെക്കൻഡിനുള്ളിൽ ഉള്ളില് ഒരു അനക്കം വരില്ലല്ലോ. അത് പെട്ടെന്ന് ടക്ക് തന്നെ പിക്കപ്പ് ചെയ്തിട്ട് സാധനം അങ്ങ് എടുത്ത് പോവല്ലേ. പിന്നെ നമ്മൾ കയറുമ്പോഴേക്കും തന്നെ ഡോർ അടയ്ക്കുന്നതും കാര്യങ്ങളും എല്ലാം ഹൈഫൈ ആയില്ലേ. നമ്മൾ ഈ ലോക്കല് ചിന്തിച്ച് ലോക്കലിൽ പോയി അങ്ങനെ ആയിപ്പോയതേ, ലോക്കലായിപ്പോയില്ലേ. അതുകൊണ്ടായിരിക്കും ഇത് ഈ സാധനം വന്നപ്പോ കുറെ ആൾക്കാർക്ക് ഇത് ഇഷ്ടാവാത്തത്. കാരണം അവർക്ക് ഇങ്ങനെ തുപ്പാനും പറ്റുന്നില്ല, കുടിക്കാനും പറ്റുന്നില്ല, സിഗരറ്റ് വലിക്കാനും പറ്റുന്നില്ല, സൈഡിൽ പോയി ലേശം വെള്ളം അടിക്കാനും പറ്റില്ല. ഇങ്ങനെ പല കോലങ്ങളായിരുന്നല്ലോ ഇതിന്റെ അകത്ത്. അതൊന്നും പറ്റുന്നില്ല. ഇന്ന് അതിന്റെ അകത്ത് വരുന്ന ആ TTR ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഫ്ലൈറ്റിലൊക്കെ വലിയ തരത്തിലല്ലേ. അതെ, പിന്നെ CCTV ക്യാമറ എല്ലാവിടെയും ഉണ്ട്, എല്ലാ സ്ഥലത്തും ഉണ്ട്. അതിലെല്ലാം പറ്റില്ല. അതൊക്കെ അങ്ങനെ ഇനിയിപ്പോ ഞാൻ അടുത്ത പുരോഗമനം എന്താന്നില്ലത് നമുക്ക് ഇനി അടുത്ത മന്ത്രിസഭ വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തൊക്കെയാ അവര് ചെയ്തു കൂട്ടാൻ പോകുന്നതെന്നില്ല കാണാൻ. ജനങ്ങൾ ഇങ്ങനെ ആസ്വദിക്കട്ടെ, അല്ലേ? അപ്പഴത്തേക്ക് പറയൂ ഇത് ബൂർഷകൾക്കില്ല വണ്ടിയാന്ന്. ഒരു കൂട്ടർ പറഞ്ഞ ബൂർഷകൾക്കില്ല വണ്ടിയാന്ന്. ബൂർഷകൾക്ക് 1000 ഉറുപ്പ്യ ഇപ്പൊ ആർക്കില്ലാത്തതൊന്നും എനിക്കറിയില്ല. എല്ലാരും ബൂർഷ 1000 ഇല്ലോന്നൊക്കെ ബൂർഷ എന്ന് പറഞ്ഞാൽ പിന്നെ നമ്മളൊക്കെ എവിടെ എത്തിയതില്ല. 1000 ഉറുപ്പ്യല്ലേ ആളും ബൂർഷ എന്നാ അവര് പറയുന്നത്. അല്ലാണ്ട് 500, 600, 800 കൊടുത്താലും സുന്ദരായിട്ട് പോവുകയല്ലേ, നമ്മൾ അന്തസ്സോട് കൂടി പോവുകയല്ലേ. പഴയ കൽക്കരി ആലോചിച്ച് നോക്കും. അല്ല, ഈ ഡീസൽ വണ്ടി തന്നെ പോയാൽ ആ മത്തീന്റെ മണൽ എന്തായാലും നമ്മുടെ ശരീരത്തിൽ ലേശം ഉണ്ടാവുകയില്ല, അല്ലേ? ആ മത്തീന്റെ
കാറ്റ് ഇങ്ങനെ അടിക്കൂ, അടിച്ചിട്ട് നമ്മളാ മണത്തിലേക്ക് ഇങ്ങനെ പോവുകയില്ല, അതില്ലാണ്ടായില്ലേ. ഒന്നില്ലേ റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയിട്ട് എന്തെങ്കിലും ഒരു പാലോ വെള്ളമോ വാങ്ങിയിട്ട് പോയി കുടിക്കാൻ പറ്റൂലേ? അങ്ങനെയാ പണ്ടൊന്നും അതെ. ചിന്തിക്കാൻ പറ്റാത്ത ഇതിൽ നിന്ന് നമ്മൾ വളരെ എവിടെയോ എത്തി. അതെ. അല്ല, വന്ദേ ഭാരത് എന്തായാലും നമ്മുടെ ഇന്ത്യയില് അല്ലെങ്കിൽ ഭാരതത്തിൽ വന്നിട്ടുള്ള മാറ്റങ്ങളുടെ ഒരു പ്രതീകം തന്നെയാണ്. ഒരു രാഷ്ട്രത്തിന് ഒരു റെയിൽവേ നമ്മളൊരു ഒരു എക്സാമ്പിൾ ആയിട്ട് എടുക്കുകയാണെങ്കിൽ ഇന്ത്യ എങ്ങോട്ട് കുതിക്കുന്നു എന്നതിന്റെ കൃത്യമായിട്ടുള്ള ഒരു സംഗതിയാണ്, ഒരു പോയിന്ററാണ് വന്ദേ ഭാരത്തിന്റെ അത് വന്നതും അതിന്റെ സക്സസും. പിന്നെ അതൊന്നും വീണ്ടും അത് കുറച്ചുകൂടി നന്നാക്കി യാത്രക്കാർക്ക് കൂടുതൽ എന്താ പറയാ ഉപകാരപ്രദം ആക്കുന്ന ഒരു സംഗതികളൊക്കെ നടക്കുന്നത്. നമ്മുടെ സമയം ഇവിടെ അവസാനിക്കുകയാണെന്ന് തോന്നുന്നു. ഇന്ന് വീണ്ടും ഒരു എപ്പിസോഡുമായിട്ട് നാളെ കാണാം. ഞങ്ങളുടെ വീഡിയോകൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുന്നു എന്ന് കരുതുന്നു. അത് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, ആ ബെൽ ബട്ടൺ അമർത്തി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ഞങ്ങളെ പ്രോത്സാഹിപ്പിക്കുക. നമസ്തേ.